ശരിക്കും കൂളല്ലാത്ത കൂൾ ലിപ്പ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞ ദിവസം കൂൾ ലിപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എങ്ങനെ ഡോക്ടർ ഇത് നിർത്താം എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ കൂൾ ലിപ്പ് ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ കൂൾ ലിപ്പ് തുടങ്ങിയത് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ പിയർ പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആങ്സൈറ്റി കൊണ്ട്, ചിലപ്പോൾ ടൊബാക്കോ നിർത്തണം, സ്മോക്കിംഗ് നിർത്തണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും കൂൾ ലിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുക, ഏറ്റവും ഡേഞ്ചറസ് ആണ്. നമ്മൾ സ്മോക്കിങ്ങിനെക്കാട്ടിലും എത്രയോ മടങ്ങ് അളവാണ് നിക്കോട്ടിൻ കൂൾ ലിപ്പിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ അടക്കമുള്ള വലിയ മാരക രോഗങ്ങൾ അത് വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഓർക്കുക. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ നമുക്ക് നിർത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ അനാവശ്യമായിട്ട് ഇത് തുടങ്ങിയതോ കൂട്ടുകാരുടെ പ്രഷർ കൊണ്ട് തുടങ്ങിയവരാണെങ്കിൽ കൃത്യമായിട്ട് കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ട് ഇത് അപകടമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവരെ മനസ്സിലാക്കിപ്പിക്കുകയും നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ സ്ട്രെസ് എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണെങ്കിൽ അതൊരു കൗൺസിലറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ആ സ്ട്രെസ് റിലാക്സ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ തേടുക എന്നുള്ളതാണ്. പിന്നീട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഇതിന് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കത് വിട്ടുമാറാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് പോരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ അതിനുള്ള മെഡിസിൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പല നിക്കോട്ടിൻ ഫ്രീ ആയിട്ടുള്ള ഗമ്മുകൾ, ചുയിങ്ങങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഗ്രാജുവലായിട്ട് വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വിചാരിച്ചാലും നമുക്കത് നിർത്താൻ പറ്റും. വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കൂൾ ലിപ്പ് ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.